ഓഗസ്റ്റ് 5 സെയിൻറ് മേരി മേജർ ബസിലിക്കയുടെ സമർപ്പണം. 352 കുട്ടികളില്ലാത്തവരും വിശ്വസ്തരും ക്രിസ്ത്യാനികളുമായ ജോൺ എന്ന ധനികനായ റോമൻ പ്രഭുവും ഭാര്യയും തങ്ങളുടെ പണം സഭയുടെ വിപുലീകരണത്തിന് ഉപയോഗിക്കാൻ ആഗ്രഹിച്ചു. മാർഗനിർദ്ദേശത്തിനായി പ്രാർത്ഥിച്ച ശേഷം 352 ഒക്ടോബർ 4 രാത്രി ജോൺ ഒരു സ്വപ്നം കണ്ടു. അതിൽ നമ്മുടെ പരിശുദ്ധ അമ്മ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടു. റോമിൽ എസ്ക്വിലിൻ കുന്നിൽ ഒരു പള്ളി പണിയാൻ ആഗ്രഹിക്കുന്നുവെന്ന് അറിയിച്ചു. വേനൽക്കാലത്തിൻ്റെ മധ്യത്തിലാണെങ്കിലും അടുത്ത ദിവസം സ്ഥലത്ത് മഞ്ഞ് വീഴുമെന്ന് അവർ പറഞ്ഞു. ഓഗസ്റ്റ് 5 ജോൺ എഴുന്നേറ്റപ്പോൾ തൻ്റെ സ്വപ്ന ദർശനത്തെക്കുറിച്ച് പറയാൻ ലിബീരിയസ് മാർപ്പാപ്പയെ കാണാൻ പോയി. മാർപ്പാപ്പയും സമാനമായ ഒരു സ്വപ്നം അന്ന് കണ്ടിരുന്നു. അതിനാൽ എസ്ക്ലൈൻ കുന്നിൽ മഞ്ഞ് വീണിട്ടുണ്ടോ എന്ന് നോക്കാൻ അവർ പോയി. ഒരു പള്ളിയുടെ അടിത്തറയുടെ രൂപത്തിൽ അവർ പുതിയ മഞ്ഞ് കണ്ടെത്തി. അടിത്തറയുടെ രൂപരേഖ തയ്യാറാക്കാൻ മാർപ്പാപ്പ മഞ്ഞ് ഉപയോഗിക്കുകയും പള്ളി പണിയാൻ ഉത്തരവിടുകയും ചെയ്തു. ജോണും ഭാര്യയും അവരുടെ പണം പള്ളിക്കായി ഉപയോഗിച്ചു. ലിബീരിയസ് മാർപ്പാപ്പയുടെ പേരിൽ പള്ളിയെ ബസിലിക്ക ലിബേരിയാന എന്ന് വിളിച്ചു. തുടർന്നുള്ള നൂറ്റാണ്ടിൽ യേശുവിൻ്റെ മാതാവിൻ്റെ ഉചിതമായ സ്ഥാനപ്പേരിനെ ചൊല്ലി വിവാദങ്ങൾ ഉയർന്നു. അലക്സാണ്ട്രിയയിലെ ആർച്ച് ബിഷപ്പ് സിറിൽ ക്രിസ്തു ഒരു വ്യക്തി മാത്രമാണെന്നും അവൻ്റെ മനുഷ്യത്വവും ദൈവികതയും അവൻ്റെ വ്യക്തിത്വത്തിൽ ഒന്നായി ഏകീകരിക്കപ്പെട്ടുവെന്നും വാദിച്ചു. അദ്ദേഹത്തിൻ്റെ വാദത്തിൻ്റെ സ്വാഭാവിക പരിണതഫലം മറിയം വ്യക്തിയുടെ അമ്മയാണെങ്കിൽ ആ വ്യക്തി ദൈവമാണെങ്കിൽ മറിയം അന്നും ഇന്നും ദൈവമാതാവാണ്. തർക്കം പരിഹരിക്കാൻ 431 എഫേസസിൽ കൗൺസിൽ നടത്തി. 432 സിക്സസ് മൂന്നാമൻ മാർപ്പാപ്പ എഫേസസ് കൗൺസിലിൻ്റെ പഠിപ്പിക്കലുകൾ നടപ്പിലാക്കി. ബസിലിക്ക ലിബേരിയാനെ പുനർനിർമ്മിക്കുകയും വലുതാക്കുകയും ദൈവമാതാവിൻ്റെ ബഹുമാനാർത്ഥം അതിന് പുതിയ പേര് നൽകുകയും ചെയ്തു, സാന്താ മരിയ മഗിയോർ. ഇവിടെയാണ് ഏറ്റവും വിശുദ്ധമായ തിരുശേഷിപ്പ്, കുഞ്ഞു യേശുവിനെ കിടത്തിയ പുൽത്തൊട്ടിയിലെ മരം. പരിശുദ്ധ നിയമത്തിൻ്റെ പ്രതീകമായ സാലസ് പോപ്പുലി റൊമാനിയാണ് മറ്റൊരു തിരുശേഷിപ്പ്. മറിയത്തെ വരച്ച ആദ്യത്തെ ഐക്കോൺ. ഇത് വരച്ചത് വിശുദ്ധ ലൂക്ക ആണെന്ന് കരുതുന്നു. വേനൽക്കാല മഞ്ഞുവീഴ്ചയുടെ ഇതിഹാസത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ എന്ന നിലയിൽ ഓഗസ്റ്റ് 5 ബസിലിക്കയുടെ താഴികക്കുടത്തിൽ നിന്ന് വിശ്വാസികളുടെ മേൽ വെളുത്ത റോസാദളങ്ങൾ വീഴുന്നു.